നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലക്കിടയിലും മോഷണം നടത്തി പ്രതി അഫാൻ. അമ്മുമ്മയെ കൊന്ന ശേഷം മാലയെടുത്ത് പണയം വെച്ചു. കൊലകൾക്ക് പിന്നിൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന നിലയിലേക്ക് അന്വേഷണ സംഘം. അതേസമയം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതോടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമ്മ ഷെമിയുടെ മൊഴി നാളെ രേഖപ്പെടുത്തും. ആശാവർക്കർമാരുടെ സമരം ആരോഗ്യ വിഭാഗത്തെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും CITU സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ എളമരം കരീം. ആശാവർക്കർമാരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു. ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്നും ട്രേഡ് യൂണിയനുകളുടെ യോഗം വിളിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും എളമരം കരീം കൊച്ചിയിൽ പറഞ്ഞു. സിനിമാ തർക്കം ഒത്തുതീർപ്പിലേക്ക്. സുരേഷ് കുമാറിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് ആന്റണി പെരുമ്പാവൂർ. ഫിലിം ചേംബറിന്റെ നോട്ടീസിന് പിന്നാലെയാണ് പോസ്റ്റ് പിൻവലിക്കുന്നത്. സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റം ഉടനുണ്ടാകും. സുധാകരൻ മാറിയേക്കും. ഏപ്രിലിന് മുൻപ് തീരുമാനമുണ്ടാവാൻ സാധ്യത. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് സർവേ നടത്തി ഹൈക്കമാൻഡ്. അടൂർ പ്രകാശോ ബെന്നി ബെഹനാനോ KPCC അധ്യക്ഷൻ. തൃശൂർ വടക്കാഞ്ചേരിയിൽ യുവാവിനെ വെട്ടിക്കൊന്നു. മരിച്ചത് വടക്കാഞ്ചേരി സ്വദേശി സേവ്യർ. കൊലപാതകത്തിന് കാരണം മുൻവൈരാഗ്യം. പ്രതി വിഷ്ണു ഒളിവിൽ. വിഷ്ണുവിനായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ രാജ്യസഭയിലേക്ക്. രാജ്യസഭാ MP സഞ്ജീവ് അറോറ പഞ്ചാബിലെ ലുധിയാന മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അറോറയെ മത്സരിപ്പിക്കാൻ AAP നേതൃത്വം തീരുമാനിച്ചു. AAP MLA ഗുർപ്രീത് ഗോഗിയുടെ മരണത്തെ തുടർന്നാണ് ലുധിയാന വെസ്റ്റ് മണ്ഡലത്തിൽ ഒഴിവ് വന്നത്. 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. രക്തപരിശോധനാ ഫലം ഉൾപ്പെടെ തൃപ്തികരമാണെങ്കിലും ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് വത്തിക്കാൻ മെഡിക്കൽ അപ്ഡേറ്റ്. ഓക്സിജൻ തെറാപ്പി തുടരുകയാണ്. ഔദ്യോഗിക കാര്യങ്ങളിൽ മാർപ്പാപ്പ ശ്രദ്ധ ചെലുത്തിയെന്ന് വത്തിക്കാൻ അറിയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗം ഇന്ന് വൈറ്റ് ഹൌസിൽ ചേരും. എല്ലാ വകുപ്പ് സെക്രട്ടറിമാരും പങ്കെടുക്കും. ക്യാബിനറ്റ് അംഗമല്ലാത്തത് ഇലോൺ മസ്കും യോഗത്തിൽ ഉണ്ടാവുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. രഞ്ജി ട്രോഫി ഫൈനലിൽ 1-ാം ദിനം കരുത്ത് കാട്ടി വിദർഭ. കേരളത്തിനെതിരെ വിദർഭ 4-254 റൺസ് എന്ന നിലയിൽ. കരുൺ നായർക്ക് അർദ്ധ സെഞ്ചുറി. MD നിതീഷിന് 2 വിക്കറ്റ്. തുടക്കത്തിൽ തിരിച്ചടിയേറ്റ വിദർഭയെ കരകയറ്റിയത് മാലേവാർ കരുൺ നായർ സഖ്യം. ഇന്ന് മഹാശിവരാത്രി. പിതൃതർപ്പണം പുണ്യം തേടി ആയിരങ്ങൾ. ശിവക്ഷേത്രങ്ങളിൽ ഭക്തജനത്തിരക്ക്. മഹാകുംഭമേളയ്ക്കും ഇന്ന് സമാപനമാകും. പ്രയാഗ്രാജിലേക്ക് തീർത്ഥാടകർ ഒഴുകിയെത്തി. ഇതുവരെ എത്തിയത് 63 കോടിയിലേറെ തീർത്ഥാടകരെന്ന് ഉത്തർപ്രദേശ് സർക്കാർ. വർഷത്തിലൊരിക്കൽ വരുന്ന മഹാകുംഭമേളയിൽ ഭക്തജനപ്രവാഹം. ഇതുവരെ 64 കോടിയിലധികം ഭക്തർ മഹാകുംഭമേളയ്ക്ക് എത്തിച്ചേർന്നുവെന്ന് അധികൃതർ അറിയിച്ചു. മഹാശിവരാത്രി കൂടി കഴിയുന്നതോടെ ഈ കണക്ക് 66 കവിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മലപ്പുറം എടക്കരയിൽ തേനീച്ചാക്രമണത്തിൽ 3 തൊഴിലാളികൾക്ക് ഗുരുതര പരിക്ക്. പായമ്പാടം സ്വദേശികളായ കാസിം സഹോദരൻ കുഞ്ഞാലി, അബ്ബാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവാദങ്ങൾ തുടരവേ ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ പോഡ്കാസ്റ്റിന്റെ പൂർണ്ണരൂപം പുറത്തിറങ്ങി. വർത്തമാനം വിത്ത് ലിസ് മാത്യു എന്ന ഇന്ത്യൻ എക്സ്പ്രസിന്റെ മലയാളം പോഡ്കാസ്റ്റാണ് പുറത്തിറങ്ങിയത്. രാജ്യത്തെ സേവിക്കാനാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്നും കേരളത്തിൽ ജനമനസ്സിൽ തനിക്കുള്ള സ്ഥാനം ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസിന് സാധിക്കുമെങ്കിൽ താൻ ഉണ്ടാകുമെന്നായിരുന്നു തരൂർ പോഡ്കാസ്റ്റിൽ പറയുന്നത്. കൊച്ചിയിൽ നടന്ന കേരള ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ 200 കോടി രൂപയുടെ പ്രൊജക്ട് രാജ്യത്തെ മുൻനിര ഡിജിറ്റൽ സേവനദാതാക്കളായ കേരള വിഷൻ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചു. വില്ലേജ് ടൂറിസം ഡെവലപ്മെന്റ്, ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലെ അണ്ടർഗ്രൗണ്ട് ഒപ്റ്റിക്കൽ ഫൈബർ പദ്ധതികൾ എന്നിവയാണ് കൈമാറിയത്. കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ N പത്മകുമാർ എന്നിവർ ചേർന്നാണ് വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവിന് ഈ പ്രൊജക്ട് കൈമാറിയത്. കേരളത്തിന് ഗ്രാമീണ ടൂറിസം ഭൂപ്രകൃതിയെ പരിവർത്തനം ചെയ്യുന്നതിനും മേഖലയിലെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് പ്രൊജക്ട്. ഇമ്രാൻ സിനിമയ്ക്കെതിരെ ഫിലിം ചേംബറിന്റെ നീക്കം. റിലീസ് ദിവസം സൂചനാ പണിമുടക്ക് നടത്താനാണ് തീരുമാനം. ജൂൺ 1 മുതലുള്ള സിനിമാ സമരത്തിന് മുന്നോടിയായാണ് സിനിമാ പണിമുടക്ക്. ഗോഡ്സയെ പ്രകീർത്തിച്ച NIT പ്രൊഫസർക്ക് സ്ഥാനക്കയറ്റം. ഷൈജ ആണ്ടവനെ കോഴിക്കോട് NIT ഡീനായി നിയമിച്ച് ഉത്തരവിറക്കി.
നിയമനം ഗോഡ്സെയെ പ്രകീർത്തിച്ച കേസിൽ ജാമ്യത്തിൽ കഴിയവെയാണ്. വകുപ്പ് മേധാവി പോലുമാകാത്ത ഷൈജയെ നിയമിച്ചത് സീനിയോറിറ്റി മറികടന്നെന്ന് പരാതി ഉയർന്നു. തെലങ്കാന നാഗർ കുർണൂലിൽ ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാലിലെ തുരങ്കമിടിഞ്ഞ് ഉള്ളിൽ കുടുങ്ങിയ 8 തൊഴിലാളികളെ രക്ഷിക്കാനുള്ള സാധ്യത മങ്ങുന്നു. ടണലിലെ അവസാന 40 മീറ്റർ വരെ എത്തിയ 20-അംഗ സംഘം മടങ്ങി. തൊഴിലാളികളെ രക്ഷിക്കാനുള്ള സാധ്യത മങ്ങുന്നുവെന്ന് രക്ഷാദൗത്യം. അപകടം നടന്ന ഭാഗത്തു നിന്ന് 200 മീറ്ററോളം തുരങ്കത്തിൽ ചളിയും വെള്ളവും നിറഞ്ഞതാണ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സെലൻസ്കി. യുക്രൈനിലെ ധാതുഖനന അവകാശം അമേരിക്കയ്ക്ക് നൽകാൻ ഒരുങ്ങുന്നുവെന്ന് സൂചന. ട്രംപ് പുടിനുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് നടപടി. രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ മാറ്റങ്ങൾ കരാറിൽ നടത്തിയെന്ന് യുക്രൈൻ അറിയിച്ചു. ഡൽഹിയിൽ നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ. പ്രതിപക്ഷ നേതാവ് അതിഷി അടക്കം 11 ആം ആദ്മി MLA-മാരെ സസ്പെൻഡ് ചെയ്തു. ഒരു ദിവസത്തേക്കാണ് MLA-മാരെ സസ്പെൻഡ് ചെയ്തത്. മദ്യനയ അഴിമതിയിലെ CAG റിപ്പോർട്ട് സഭയിൽ വെച്ചതിന് പിന്നാലെയായിരുന്നു പ്രതിപക്ഷ ബഹളം. പതിവില തട്ടിപ്പ് കേസിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ ഒഴിവാക്കും. ജസ്റ്റിസ് രാമചന്ദ്രൻ നായർക്കെതിരെ തെളിവില്ലെന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ഹൈക്കോടതിയെ അറിയിച്ചു. പോലീസിന്റെ വിശദീകരണം കണക്കിലെടുത്ത് കേസ് ഹൈക്കോടതി തീർപ്പാക്കി. വയനാട് ചേലപ്പാറത്ത് കടുവയുടെ ജഡം കണ്ടെത്തി. ജഡത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടെന്ന് വനംവകുപ്പ് അറിയിച്ചു. പട്രോളിംഗിനിടെയാണ് വാച്ചർമാർ ജഡം കണ്ടെത്തിയത്. കടുവകൾ തമ്മിലുള്ള സംഘട്ടനമാകാം മരണകാരണമെന്ന് നിഗമനം. കണ്ണൂർ ചാലോട് കുറുക്കന്റെ ആക്രമണത്തിൽ വലഞ്ഞ നാട്ടുകാർ. ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് ആക്ഷേപം. കണ്ണൂർ ആറളത്ത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട വെള്ളി ലീല ദമ്പതികളുടെ മക്കൾക്ക് 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി സർക്കാർ. പ്രഖ്യാപിച്ച 20 ലക്ഷം ധനസഹായത്തിന് മുന്നോടിയായാണ് 4 മക്കൾക്കായി ചെക്ക് കൈമാറിയത്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ മയക്കുമരുന്നുമായി പ്രതികൾ പിടിയിൽ. അജയ് കൃഷ്ണൻ, നീതു കൃഷ്ണൻ എന്നിവരെയാണ് ശാസ്താംകോട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. 0.94 ഗ്രാം MDMA-യും 4.97 ഗ്രാം കഞ്ചാവുമാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. ലഹരിമരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാനായി പരിശോധന ശക്തമാക്കി തൃശൂർ റൂറൽ പോലീസ്. കഴിഞ്ഞ 3 ദിവസമായി തൃശൂരിൽ നടന്നുവരുന്ന പരിശോധനയിൽ 28.82 കിലോഗ്രാം കഞ്ചാവും 17.67 ഗ്രാം MDMA-യുമാണ് പിടികൂടിയത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായാണ് പരിശോധന. മലപ്പുറത്ത് വൻ മയക്കുമരുന്ന് വേട്ട. കൊണ്ടോട്ടിക്കടുത്ത് മുതുവല്ലൂരിൽ നിന്നാണ് 544 ഗ്രാം MDMA-യും 875 ഗ്രാം കഞ്ചാവും പോലീസ് പിടികൂടിയത്. മുതുവല്ലൂർ സ്വദേശി ആകാശാണ് പാക്കറ്റുകളാക്കി സൂക്ഷിച്ച MDMA-യുമായി അറസ്റ്റിലായത്. പ്രതിയുടെ വീടിന്റെ പരിസരത്ത് നിന്ന് ലഹരി ശേഖരം പിടികൂടി. ബംഗളൂരുവിൽ നിന്നും എത്തിച്ച ലഹരിമരുന്ന് കേരളത്തിൽ ചില്ലറ വിൽപ്പന നടത്തുകയായിരുന്നു ലക്ഷ്യം. മലപ്പുറം മഞ്ചേരിയിലെ ലാഡർ മാളിൽ ഒരു സംഘം യുവാക്കളുടെ പരാക്രമം. MDMA വേണോ എന്ന് ചോദിച്ച് മാളിലെത്തിയ യുവാക്കൾ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ആളുകളെ ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. മാളിന് സമീപത്തുണ്ടായിരുന്ന നാട്ടുകാർ ഇടപെട്ട് അക്രമികളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. സംഭവത്തിൽ മഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര കാഞ്ഞിരംകുളത്ത് റിട്ടയർഡ് ASIയുടെ കൊലപാതകത്തിൽ ശിക്ഷ വിധിച്ച് നെയ്യാറ്റിങ്കര കോടതി. റിട്ടയർഡ് ASI മനോഹരൻ കൊലക്കേസിൽ 1 മുതൽ 3 വരെ പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. പ്രതികൾ മനോഹരനെയും ഭാര്യയെയും കമ്പിപ്പാര കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. തിരുവനന്തപുരം കുരിശുമലയുടെ അടിവാരത്ത് വൻ തീപിടുത്തം. തീ പടരുന്നത് ജനവാസ കേന്ദ്രത്തിൽ അല്ലാത്തതിനാൽ മറ്റ് അപകടങ്ങളില്ല. ഫയർഫോഴ്സിന് എത്തിച്ചേരാൻ കഴിയാത്ത മേഖലയായതും ശക്തമായ കാറ്റ് വീശുന്നതും തീ നിയന്ത്രണ വിധേയമാക്കൽ പ്രതിസന്ധി. കാസർഗോഡ് തെങ്ങിൽ നിന്ന് വീണ് തൊഴിലാളി മരിച്ചു. പള്ളക്കാട് സ്വദേശി T ഗോപാലനാണ് മരിച്ചത്. ഗോപാലിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ വടക്കാഞ്ചേരിയിൽ സിവിൽ പോലീസ് ഓഫീസർ ട്രെയിൻ തട്ടി മരിച്ചു. വിയൂർ സ്വദേശി രമേശ് ബാബു ആണ് മരിച്ചത്.
സുഹൃത്തുക്കൾ ചേർന്ന് ഓട്ടോറിക്ഷയിൽ ഉത്രാളിക്കാവ് പൂരം കാണാൻ എത്തിയതായിരുന്നു. വെടിക്കെട്ട് കണ്ട് റെയിൽവേ ട്രാക്കിലൂടെ പോകവെയാണ് അപകടം. സുഹൃത്ത് അരുണിനും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇരുവരെയും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രമേശ് ബാബു മരണപ്പെടുകയാണ്. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ബോയ്സ് ഹോസ്റ്റലിന് സമീപം തീപിടിച്ചു. ഹോസ്റ്റലിന് സമീപത്തെ പുൽമേട്ടിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സും ജീവനക്കാരും വിദ്യാർത്ഥികളും ചേർന്ന് തീയണച്ചു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ മുക്കുപണ്ടം പണയപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയ കേസിലെ ദമ്പതികൾ അറസ്റ്റിലായി. അഖി, ഭാര്യ അഞ്ജു എന്നിവരെയാണ് കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിലെ SNA സ്വർണ്ണ പണയ സ്ഥാപനത്തിലാണ് പണയപ്പെടുത്തിയത്. കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം കുളച്ചൽമുട്ടത്ത് മത്സ്യബന്ധന വള്ളം മറിഞ്ഞു. അപകട സമയത്ത് വള്ളത്തിലുണ്ടായിരുന്നത് 20 പേർ. ആളപായമില്ല. യന്ത്ര തകരാറാണ് അപകടകാരണം. മംഗളൂരു ഉള്ളാളിലെ കോട്ടേക്കാർ സഹകരണ ബാങ്ക് കവർച്ചാ കേസിൽ സൂത്രധാരന്മാരായ 2 പേർ അറസ്റ്റിലായി. നിരവധി കേസുകളിൽ പ്രതിയായ ഭാസ്കർ ബെൽ ചപ്പാട, മുഹമ്മദ് നസീർ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഭാസ്കറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 3.75 ലക്ഷം രൂപ പിടിച്ചെടുത്തിരുന്നു. ഇടുക്കി കൂട്ടാറിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിച്ച കമ്പംമെട്ട് CI ഷമീം ഖാനെ സ്ഥലം മാറ്റി. കൊച്ചി സിറ്റി സൈബർ സ്റ്റേഷനിലേക്കാണ് സ്ഥലം മാറ്റിയത്. പുതുവത്സര തലേന്നാണ് ഷമീർ ഖാൻ ഓട്ടോ ഡ്രൈവറായ കുമരകം മെട്ട് സ്വദേശി മുരളീധരനെ മർദ്ദിച്ചത്. പാലഗ്രാം സർവീസ് സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിലും ഷമീർ ഖാനെതിരെ ആക്ഷേപമുയർത്തി. കാസർഗോഡ് ചേലോടെ ചെമ്മനാട് പദ്ധതിയിൽ പഞ്ചായത്തുമായി കൈകോർത്ത് ജർമ്മൻ സംഘം. ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാതിൽപ്പടി മാലിന്യ ശേഖരണം, സംസ്കരണം, മാലിന്യത്തിന്റെ ഗുണനിലവാരം, റീസൈക്ലിംഗ് തുടങ്ങിയവ പഠിക്കുന്നതിന് വേണ്ടിയാണ് ജർമ്മൻ സംഘം സഹായിക്കുന്നത്. തിരഞ്ഞെടുത്ത വാർഡുകളിൽ പഠനത്തോടൊപ്പം മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പരിശീലനവും. NCP അധ്യക്ഷ സ്ഥാനം ഉറപ്പിച്ച് തോമസ് കെ തോമസിന് പിന്തുണ നൽകി 14 ജില്ലാ പ്രസിഡന്റുമാരുടെ പിന്തുണ ദേശീയ നിരീക്ഷകൻ ജിതേന്ദ്ര അവാദിനെ അറിയിച്ചു. നേതാക്കളുടെ അഭിപ്രായങ്ങൾ ശരത് പവാറിനെ അറിയിക്കുമെന്ന് ജിതേന്ദ്ര അവാദ്. സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലം UDFന് ആത്മവിശ്വാസമാണ് പകരുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അടുത്ത തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ UDF വിജയിക്കുള്ളൂവെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ചുങ്കത്തറ പഞ്ചായത്തിൽ PV അൻവറിന്റെ നേതൃത്വത്തിൽ പണമെറിഞ്ഞ് ജനാധിപത്യം അട്ടിമറിക്കാൻ ശ്രമമെന്ന് CPIM എടക്കര ഏരിയ സെക്രട്ടറി T രവീന്ദ്രൻ. ചുങ്കത്തറ സർവീസ് ബാങ്കിലെ 33 ലക്ഷം കുടിശ്ശിക അടച്ചു തീർക്കുമെന്ന വാഗ്ദാനം നൽകിയാണ് ഒരംഗത്തെ ചാക്കിട്ട് പിടിച്ചതെന്നും T രവീന്ദ്രൻ പറഞ്ഞു. ആശാവർക്കർമാരുടെ സമരത്തിൽ സർക്കാരിനെ വിമർശിച്ച് KK ശിവരാമൻ. ആശാവർക്കർമാരുടെ ശമ്പള വർധനയിൽ കണ്ണു തുറക്കാത്ത സർക്കാർ ലക്ഷങ്ങൾ വാങ്ങുന്നവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചുവെന്നും ശിവരാമൻ കുറ്റപ്പെടുത്തി. കണ്ണൂരിൽ റോഡ് തടസ്സപ്പെടുത്തി ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധ സമരം നടത്തിയ CPIM നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MB ജയരാജനെ 1-ാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തത്. പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയെന്നാണ് കേസ്. തൃശൂരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർക്ക് പിന്തുണയുമായി തീപ്പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. ആശാവർക്കർമാർക്ക് നീതി നൽകൂ എന്ന ആവശ്യവുമായാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നാരംഭിച്ച പ്രതിഷേധ പ്രകടനം 3 കൂടിയ സെന്ററിൽ സമാപിച്ചു. AITUC തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 27 നടക്കുന്ന തീരദേശ ഹർത്താലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തൃശൂർ ബഹുജന ഐക്യദാർഢ്യ സദസ്. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഐക്യദാർഢ്യ സദസ് ഉദ്ഘാടനം ചെയ്തു. രണ്ടാഴ്ചക്കിടെ അതിശൈത്യം മൂലം ഗാസയിൽ മാസങ്ങൾ മാത്രം പ്രായമുള്ള 6 കുഞ്ഞുങ്ങൾ മരിച്ചതായി പലസ്തീൻ അധികൃതർ അറിയിച്ചു. താൽക്കാലിക കൂടാരങ്ങളിലാണ് ആയിരക്കണക്കിന് പലസ്തീൻ കുടുംബങ്ങൾ കഴിയുന്നത്. 2 മാസം പ്രായമുള്ള പെൺകുഞ്ഞാണ് ഒടുവിൽ മരിച്ചതെന്ന് ഖാൻ യൂണിസിലെ നാസർ ആശുപത്രി അധികൃതർ അറിയിച്ചു. അതിർത്തിയിൽ പാക് നുഴഞ്ഞുകയറ്റക്കാരനെ അതിർത്തി രക്ഷാസേന വെടിവെച്ചു. പഞ്ചാബിലെ പത്താൻകോട്ട് നിയന്ത്രണ രേഖയിലാണ് സംഭവം.
പുലർച്ചെ നുഴഞ്ഞുകയറ്റം ശ്രദ്ധയിൽപ്പെട്ട BSF പിൻവാങ്ങാൻ മുന്നറിയിപ്പ് നൽകിയെങ്കിലും പിന്മാറിയില്ല. തുടർന്നാണ് വെടിവെച്ച് വീഴ്ത്തിയത്. ഷാർജയിൽ കെട്ടിടം വാടകയ്ക്കെടുക്കുന്ന സേവനങ്ങൾക്കായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചു. കെട്ടിട വാടക കരാറുമായി ബന്ധപ്പെട്ട് ഇനി 3 നടപടിക്രമങ്ങൾ മാത്രമേ പാലിക്കേണ്ടതുള്ളൂ. നേരത്തെ 5 തവണ വിവിധ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടിയിരുന്നു. സേവനം ഡിജിറ്റലാക്കിയതോടെ ഇനി ഓൺലൈനിലൂടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. ജിദ്ദ കിങ് അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഗേറ്റ് സേവനത്തിന് തുടക്കം കുറിച്ചു. മക്ക മേഖല ഡെപ്യൂട്ടി ഗവർണർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. യാത്രാ നടപടിക്രമങ്ങൾ യാന്ത്രികമായി പൂർത്തിയാക്കുന്ന 70 ഗേറ്റുകൾ ഉൾപ്പെടുന്ന ഗേറ്റ് സേവനമാണ് ആരംഭിച്ചത്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ആഴക്കടൽ മണൽ ഖനന നടപടികളിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നാവശ്യപ്പെട്ട് RSP നടത്തുന്ന തീരദേശ ജാഥ ഫെബ്രുവരി 26-ന് നടക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തീരദേശ ജാഥ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ പര്യടനം നടത്തുന്ന ജാഥ മാർച്ച് 2-ന് ശക്തികുളങ്ങരയിൽ സമാപിക്കും. മഹാരാജാസ് കോളേജിന് ഓട്ടോണോമസ് പദവി ലഭിച്ചതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു അറിയിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവിറക്കി UGC. 2030 മാർച്ച് വരെയുള്ള ഓട്ടോണോമസ് പദവി അംഗീകാരമാണ് കോളേജിന് ലഭിച്ചിരിക്കുന്നത്. വിദ്വേഷ പരാമർശ കേസിൽ റിമാൻഡിലുള്ള PC ജോർജ് വീണ്ടും ജാമ്യാപേക്ഷ നൽകി. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. കോടതി വ്യാഴാഴ്ച ഹർജി പരിഗണിക്കും. അതേസമയം PC ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാർഡിയോളജി ICUവിൽ തുടരുകയാണ്. കോടതികൾ പോലും പല വിഷയങ്ങളിലും പക്ഷപാതിത്വം കാണിക്കുകയാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണം സംബന്ധിച്ചുള്ള കോടതി വിധികൾ സംശയകരമാണെന്നും ചെന്നിത്തല പറഞ്ഞു. കന്യാകുമാരി ജില്ലയിലെ 12 ശിവക്ഷേത്രങ്ങളിൽ ശിവരാത്രി ദിവസം നടക്കുന്ന ശിവാലയ ഓട്ടം ചൊവ്വാഴ്ച വൈകിട്ട് ആരംഭിച്ചു. മാർത്താണ്ഡത്തിന് സമീപം മുഞ്ചിറ തിരുമല മഹാദേവൻ ക്ഷേത്രത്തിൽ നിന്നാണ് ഓട്ടം തുടങ്ങിയത്. വ്യാഴാഴ്ച രാവിലെ സമാപിക്കും. ഇടുക്കി അടിമാലി ശാന്തിഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി താലപ്പൊലി ഘോഷയാത്ര നടന്നു. ഈ മാസം 27 വരെയാണ് ക്ഷേത്രത്തിൽ ആഘോഷങ്ങൾ നടക്കുന്നത്. തൃശൂർ മണലൂർ സത്രം ഉറുമ്പിൻതേവർ ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാലേലി ദാമോദരൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിൽ മഹാദേവനെ എഴുന്നള്ളിക്കുന്നതിനായി പുതുക്കിപ്പണിത നൃത്തച്ചട്ടം ക്ഷേത്ര നടയിൽ സമർപ്പിച്ചു. കാലപ്പഴക്കത്താൽ കേടുപാടുകൾ സംഭവിച്ചതിനാലാണ് പുതുക്കിപ്പണിയുവാൻ തീരുമാനിച്ചത്. കുരട്ടിശ്ശേരി NSS കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് പുതിയ നൃത്തച്ചട്ടം തയ്യാറാക്കിയത്. തൃശൂർ ചാലക്കുടി വ്യാസവിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ 2 മാസമായി നടത്തിയ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പദ്ധതിക്ക് സമാപന സമ്മേളനം ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വലിയകുന്ന് HLP സ്കൂളിൽ 114-ാം വാർഷികാഘോഷം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം AP സഭ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ഡെപ്യൂട്ടി കളക്ടർ P. ഷാജു മുഖ്യാതിഥിയായി. തിരുവനന്തപുരം നെടുമങ്ങാട് VK കാണി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ബഹുനില സ്കൂൾ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. സ്കൂൾ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി നിർവഹിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് സ്റ്റീഫൻ MLA അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ മടക്കര ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ സൂര്യകാന്തി പാടം ഒരുക്കി വിദ്യാർത്ഥികൾ. സ്കൂൾ PTA സഹകരണത്തോടെ 40ഓളം ഇടങ്ങളിലാണ് സൂര്യകാന്തി പാടം ഒരുക്കിയത്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ 13 ദിവസത്തേക്ക് ഗതാഗതം നിരോധിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന അമൃത് ഭാരത് പദ്ധതി നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നിയന്ത്രണം. ബീച്ച് റോഡിലെ ലെവൽ ക്രോസ് നമ്പർ 70-ന് സമീപം പ്രവേശന കവാടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിനാലാണ് ഫെബ്രുവരി 28 മുതൽ മാർച്ച് 10 വരെ ഗതാഗതം നിരോധിച്ചത്. തൃശൂർ പഴുവിൽ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിന് മുന്നോടിയായിട്ടുള്ള 9 ചൊവ്വാഴ്ച ആചരണം ആരംഭിച്ചു. പാട്ടുകുർബാനയ്ക്ക് പഴുവിൽ ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ കാർമ്മികത്വം വഹിച്ചു. ഇനി വരുന്ന 8 ചൊവ്വാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക് തീർത്ഥകേന്ദ്രങ്ങളിൽ ആഘോഷമായ പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന എന്നീ തിരുക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കും. അതിവേഗ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.